पहिल्यान पयल्या हांव देवाक अर्घ दिता. ह्या वेदीर येवन म्हाका साक्ष सांगूंक फावो केल्ल्या खातीर. म्हजें नांव अनिता कुमारी. हांव कासरगोड जिल्ल्यांत वस्ती करता. म्हाका 2007 हांव तेकली गुण पडलें काम करतले जाग्यार. ताज्या उपरांत 2007 कंटिन्यू जावन दिसाक 2 टॅबलेटां केले. एपिलेप्सी म्हणून 2-3 डॉक्टरांनी कन्सल्ट केल्यान सांगलें एपिलेप्सी म्हणून. आनी त्या सिका जाय जाल्ले वखद दिसा 2 टॅबलेट खावंक आसले. ते 2 टॅबलेट खायना जाल्यार आज खायना जाल्यार दनपार जातना पडटा. मागीर कांय गुत्र एक दीस पुरा मोतूत आसना. तशें कंटिन्यू केन्ना 14 वर्सां 14 years हांवें टॅबलेट केली. हांवें ओडंबडिकान गेले 19/9/2023. ताज्या उपरांत 23 ऑगस्ट 2024 हांवें टॅबलेट काण घेतले रावयले आनी वगेत रावले. मोरयेक आनी जेजू पातयेवन वगेत रावले. परतून 1 म्हयनो 2 म्हयने जावन परतून तेकली कोण पडले. ऑक्टोबर 19 परतून तेकली कोण पडले. हांवें पवित्र केल्ली वस्तू मीठ तूप तेल ते पुरा हांवें वखदां बरीत काण गेले. दिसा 3 पटी कशें डाक्टर 3 पटी वखद दिता की तशें त्या प्रकार काण गेले. आनी 1 म्हयनो हांवें कंटिन्यू केले. परतून 2-3 म्हयने तशें पडले. एक दीस म्हयन्यान 1 पटी पडटले. आतां 2-4 म्हयने जाले. ദിവസത്തിന് 2 ടാബ്ലറ്റ് കഴിക്കണം. അത് കഴിച്ചില്ലെങ്കിൽ ഞാൻ പിറ്റേ ദിവസം എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടായിരുന്നു. ടാബ്ലറ്റ് വിടാൻ ഡോക്ടർമാർ ഫസ്റ്റ് പറയോ 2 വർഷം എടുത്താൽ മതിയെന്ന്. പിന്നെ 2 വർഷം കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയൂ. ഇതാണ് സ്ഥിതി. ഞാൻ ഉടമ്പടി കഴിച്ച് തുടങ്ങിയ പിന്നെ ഓഗസ്റ്റ് 23 2024 തൊട്ട് ഞാൻ ഇതുവരെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. പിന്നെ എനിക്ക് സൗഖ്യം കിട്ടിയത് യൂറിൻ ഇൻഫെക്ഷനാണ്. 10 വർഷം നീണ്ടു നിന്ന യൂറിൻ ഇൻഫെക്ഷൻ. എപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ തുടങ്ങിയാലും സിറപ്പ് കഴിച്ചിട്ട് വേണം ഇത് നിൽക്കാൻ വേണ്ടി. ഇല്ല ഭേദമായിക്കൊണ്ടായിട്ടില്ല. പിന്നെ സ്കിൻ അലർജിയാണ്. അതിനും അതേപോലെ തന്നെ എന്തായാലും മരുന്നെടുത്തില്ല ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഉപ്പും തേനും നെയ്യ് മാത്രം ഉപയോഗിച്ചിട്ട് എല്ലാ അസുഖത്തിനും മരുന്നായിട്ട് അതേപോലെ കഴിക്കുന്നത്. ഞാൻ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഞാൻ സാധാരണ ഭക്ഷണം എത്തിച്ച് കൊടുക്കും. പിന്നെ ആരോരില്ലാത്തവരെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് അവരെ സംസാരിക്കും. പിന്നെ രോഗികൾക്ക് എല്ലാം ഞാൻ നോക്കാൻ പോകും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 32-ാം തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അനിത കുമാരി എന്ന ഈ സഹോദരി വളരെ സങ്കടത്തോടെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. സഹോദരി പറയുകയായിരുന്നു, ഒരുപാട് അസുഖങ്ങളുടെ ഉടമയായിരുന്നു ഈ സഹോദരി അനിത കുമാരി. 14 വർഷമായിട്ട് തനിക്ക് എപ്പിലെപ്സി ആയിരുന്നു. വളരെ സങ്കടത്തോടുകൂടെയുള്ളൊരു ജീവിതമായിരുന്നു. എനിക്കെന്നും അസുഖമാണല്ലോ, എനിക്കെപ്പോഴും വേദനയാണല്ലോ എന്ന ഒരു വലിയ മനോദുഃഖത്തോടു കൂടിയായിരുന്നു താൻ ജീവിച്ചിരുന്നത്.
ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം താൻ മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങി. എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എന്തുമാത്രം വേദനിക്കുന്നു, ഞാൻ എത്രയോ ബെറ്ററാണ്, അങ്ങനെ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ എന്തുമാത്രം സഹിച്ച ഒരു അമ്മയാണ്, ഈശോ എന്തുമാത്രം വേദനിച്ചതാണ് എന്നൊക്കെ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരിയുടെ വേദനകളും രോഗങ്ങളും ഒക്കെ വളരെ കുറഞ്ഞു എന്നാണ് സ്ഥാപിച്ചിരുന്നത്. 14 വർഷത്തെ കണ്ടിന്യൂസ് ആയി എപ്പിലെപ്സിയിൽ ഇന്ന് അവർക്ക് ഏതൊരു ആഹാരം കഴിക്കാനും വെള്ളത്തിൻ്റെ ഏതൊരു സ്റ്റേറ്റ് തൊടാനും കുളിക്കാനുമൊന്നും യാതൊരു പ്രശ്നവുമില്ല. 2024 ഓഗസ്റ്റ് 23 മുതൽ താൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൻ്റെ ആ അസുഖം, എപ്പിലെപ്സി എന്ന അസുഖം വളരെ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടുവെന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. അതുപോലെ തന്നെ 15 വർഷമായി സഹോദരിക്ക് കണ്ടിന്യൂസ് ആയി സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഉപ്പും തൈലവും പുരട്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു അത് ഈ സഹോദരിയുടെ ഏക ഔഷധം. പ്രാർത്ഥനകളും വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ നടക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശുദ്ധ തൈലവും ഉപ്പുമായിരുന്നു ഈ സഹോദരിയുടെ ഏറ്റവും നല്ല ഔഷധം. തൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയെ കൊച്ചുനാളിൽ സുഖപ്പെടുത്തിയതുപോലെ, ഒരു കുഞ്ഞിനെ സുഖപ്പെടുത്തിയതുപോലെ എന്നെയും സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ഈ സഹോദരി വളരെ ശക്തമായി വിശ്വസിച്ചു. ആ പ്രാർത്ഥന പരിശുദ്ധ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ രണ്ടാമത്തെ ഒരത്ഭുതമായി സഹോദരിയുടെ സ്കിൻ അലർജി പൂർണ്ണമായി ഭേദമായി പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വലിയ നീണ്ട വർഷങ്ങളാണ് ഈ സഹോദരിയുടെ അസുഖം മുഴുവൻ. 10 വർഷത്തോളമായിട്ട് ഈ സഹോദരിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വളരെ വലിയൊരു കഷ്ടപ്പാടായിരുന്നു. ഉടമ്പടി എടുത്തത് മൂലം ഈ സഹോദരി അല്പം വെള്ളത്തിൽ വിശുദ്ധ ഉപ്പ് കലക്കി കുടിക്കുമായിരുന്നു. അങ്ങനെ ഒരു മറ്റു മരുന്നുകൾക്കൊന്നും യാതൊരു സൗഖ്യം കൊടുക്കാൻ സാധിക്കാത്ത ആ സ്ഥിതിയിൽ 0 മെറിറ്റിൽ എല്ലാം വർക്ക് ചെയ്തത് ബൈ ഗ്രേസ് പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഉപയോഗിച്ചാണ് സഹോദരിക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരിയുടെ വിശുദ്ധമായൊരു ജീവിതം, വളരെ ഇന്നസെൻ്റായൊരു ജീവിതമായിരുന്നു. കാസർഗോഡിലാണ് തൻ്റെ താമസമെങ്കിലും അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയും സ്നേഹിക്കുകയും അവരുടെ അടുത്ത് പോയിരുന്ന് തനിക്ക് ഭാഷയില്ലെങ്കിലും അവരെ വളരെയധികം സ്നേഹിക്കുകയും തന്നാലാവും വിധം അവരെ സഹായിക്കുകയൊക്കെ ചെയ്ത് ഞാനിവിടെ നിന്ന് കൊണ്ടുപോകുന്ന കൃപാസനം പത്രം എല്ലാവർക്കും വിതരണം ചെയ്ത് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ സഹോദരി ഒരുപാട് പരിശ്രമിച്ചിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ താൻ രോഗികളായിരുന്നവരെ പോയി കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരോടുകൂടെ ഇരുന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിയിരുന്നു എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആരൊക്കെയാണോ വീടുകളിൽ തനിച്ചു കഴിയുന്നത്, രോഗികളായി കഴിയുന്നവരും ആരും സംസാരിക്കാനില്ലാത്തവരെയൊക്കെ സഹോദരി ചെന്ന് കണ്ട് അവരെയൊക്കെ കണ്ടുപിടിച്ച് പോയി സംസാരിച്ച് അവരുമായി വചനം പങ്കുവെച്ച് കൃപാസന പത്രം വായിച്ചു കൊടുത്ത് അത് മനസ്സിലാക്കി തനിക്കുള്ള ആ പത്രത്തിൻ്റെ അറിവ് മനസ്സിലാക്കി തനിക്കുള്ള മലയാളം വെച്ച് അവരെ ആശ്വസിപ്പിച്ച് സ്നേഹിച്ച് തിരിച്ചു പോരുമായിരുന്നു എന്നൊക്കെയാണ് ഈ സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതെല്ലാം ഈ പ്രയത്നിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ വലിയ കൃപ ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ്. ഈ സഹോദരി ചെയ്ത കാര്യങ്ങളെല്ലാം സ്നേഹത്തെ പ്രതിയായിരുന്നു. ഈശോ പറയുന്നത് പോലെ തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവൻ കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോയ്ക്ക് നമ്മളെല്ലാവരും സ്നേഹിതരാണ്. ഈശോ നമ്മളെ സ്നേഹിതർ എന്നാണ് വിളിച്ചത്, ദാസന്മാരെന്ന് വിളിക്കുകയില്ല. ഇനി മുതൽ ഞാൻ നിങ്ങളെ സ്നേഹിതർ എന്നാണ് വിളിക്കുക എന്ന് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ സഹോദരി ആ വലിയ സുവിശേഷ വേല ചെയ്യുകയായിരുന്നു. എല്ലാവരെയും സ്നേഹിതരായി കണ്ട് സൗഖ്യം പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ സുവിശേഷ വേലയുമായി തൻ്റെ സൗഖ്യം എല്ലാവർക്കും സാക്ഷ്യപ്പെടുത്തുവാനായി പ്രയത്നിക്കുന്ന ഒരു വലിയ ഉടമ്പടി ജീവിതം ഇന്ന് നമ്മുടെ മുമ്പ് പങ്കുവെക്കുകയായിരുന്നു. അനിതാ കുമാരിയുടെ ഈ വലിയ സൗഖ്യത്തിനും ഉടമ്പടി ജീവിതത്തിനും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി നമുക്ക് ഈ സാക്ഷ്യമൊക്കെ സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.